സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയാനൊന്നും വേണ്ട. അതിന്റെ ഇത് പറയാണ് നമ്മളെ ഭാഷയിലേക്ക് ഞാനത് തർജ്ജമ ചെയ്യാൻ. അല്ലാഹു തന്നാൽ അത് ലാസ്റ്റ് വരെയാണ്. ഇരിക്കട്ടെ, വരുമ്പോ എങ്ങനെ വരണോ? കല്യാണം കഴിക്കാത്തവരൊന്ന് കൈപൊക്ക് നോക്കട്ടെ. ബിസ്മില്ലാ. ഒന്നാമത്തെ തന്നെ മതി, രണ്ടാമത്തതല്ല. ഒന്ന് തന്നെ മംഗലാവാത്തവർ കൈപൊക്ക്. ഇത് എന്തും ഭാഷ അറിയാത്തവരെ പോലെ ഉണ്ടല്ലോ റബ്ബേ. മംഗലാവാത്തവർ ഇത്ര ബാല്യക്കാരുണ്ട് റബ്ബേ. ഒരലക്ക പേടിച്ചിനാരാവാ. ഓന്റെ ഉമ്മ ഉപ്പ് കലാട്ടാക്കുന്ന കണ്ടിട്ട് ഓൻ മംഗല വേണ്ടാന്ന് തന്നെ വെച്ചിനോ. എപ്പാ നോക്കി ഇങ്ങനെ കിരിക്കിരി ആവില്ല, അതുകൊണ്ട് മംഗല തന്നെ വേണ്ട. ഞാൻ പറയട്ടെ, എന്നാൽ നിക്കാഹിന് പോകുമ്പോ ഒരു സുന്നത്തായ കാര്യം ചെയ്തിട്ട് പോകണം. ഇമാമിങ്ങൾ കിതാബിൽ പഠിപ്പിച്ചു. ഉളു എടുക്കുക. നിക്കാഹിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഉളു എടുക്കുക. ഉളു എടുത്തിട്ട് പോയിട്ട് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ആരൊക്കെ? പുതിയ പെണ്ണല്ല, പിന്നെ ഒന്ന് പുതിയ ആപ്പിള. 2 നിക്കാഹ് ഇരിക്കണ പുതിയ പെണ്ണിന്റെ ഉപ്പയോ ഉപ്പന്റെ സ്ഥാനത്ത് ഇരിക്കണ വേറെ ആരെങ്കിലോ. 2 പേരും ഉളുവെടുത്തിട്ട് ഒരു 2 റക്അത്ത് നിക്കാഹിന്റെ തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് എന്നിട്ട് പോയിട്ട് നിക്കാഹിരി. എന്താണ് അതിന്റെ ഒരു സന്തോഷം? ഇതവിടെ പുതിയാപ്പിളന്റെ ചങ്ങായിമാരെല്ലാം കോട്ടും ഡ്രസ്സും പെർഫ്യൂമും സ്പ്രേയും എല്ലാം അടുപ്പിച്ചിട്ട് എന്തെല്ലാം ആക്കിയിട്ട് ഓനെ എന്തെല്ലാം ആക്കിയിട്ട് നിക്കാഹിലേക്ക് സദസ്സിലേക്ക് കൊണ്ടുവരണേ. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് നിന്റെ ആ റൂമിൽ ഇരുന്നിട്ട് നിക്കാഹിന്റെ തൊട്ട് മുമ്പ് ഉളുവെടുത്ത് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പുതിയാപ്പിളയും കായിനത്തേക്ക് ഇരിക്കണ പുതിയ പെണ്ണിന്റെ ഉപ്പയോ ആരായിരിക്കണോ നോക്ക നിങ്ങ. അതാണ് അതിന്റെ ക്രമം. അങ്ങനെയാണ്. പിന്നെ അന്ന് ആദ്യത്തെ രാത്രി ഉണ്ടല്ലേ, പുതിയാപ്പിള പുതിയ പെണ്ണ് കാണുന്നെന്ന്. അന്ന് രാത്രി രണ്ടാളും ഒന്നിക്കുന്ന റൂമില്. അന്ന് ഒരു സംസാരം തുടങ്ങി തന്നെ. എന്ത് തുടങ്ങിയ? നിക്ക് ആരോടെങ്കിലും ലവ് ഉണ്ടായിന പണ്ട്? ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ്. ഞാനിത് വെറുതെ പറയല്ല, നിന്റെ കുടുംബജീവിതം തകരും, ഒരു സംശയമില്ല. ഞാനിത് വെറുതെ പറയല്ല. ആദ്യം തന്നെ ചോദ്യം. ഞാൻ പറയട്ടെ, ഭൗതികമായ വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെയാണ് എല്ലാ ഗ്രാജുവേറ്റഡും. എന്ത് സംഭവിച്ചു? മയക്കുമരുന്നിന് എഡിക്റ്റായി പോയ ഒരു കുട്ടി, ആ കുട്ടി ഉമ്മയെ കൊന്നുകളഞ്ഞു. ഞാൻ എവിടെങ്കിലും നടന്നൊരു സംഭവം പറയല്ല. നിങ്ങൾക്ക് ചിലപ്പോ ഏതെങ്കിലും ഒരു നാട്ടിലത്തെ സംഭവം ചിലപ്പോ തലക്ക് പോകും, അത് അവിടെയാണ്. ഞാൻ ഏതെങ്കിലും ഒരു നാടിന്റെ വിഷയം പറയല്ല. മയക്കുമരുന്നിന് എഡിക്റ്റായി പോയ ഒരു മോന് ഉമ്മാനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് പറയാണ്, ന്യായം പറയാണ്, എനിക്ക് ജന്മം തന്നതിന്റെ പേരിൽ ഞാൻ കൊടുത്ത ശിക്ഷയാണ് എന്നറിഞ്ഞത്. മയക്കുമരുന്ന്, ഗാഞ്ച, ബങ്കി ഒക്കെ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. കൊന്നുകളഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഭൗതികമായ വിദ്യാഭ്യാസം എത്ര ഇപ്പെല്ലാം പൈസ ലൂട്ടുന്ന കാലം. പൈസ ലൂട്ടുന്ന കാലല്ലേ? പൈസ ലൂട്ടുന്ന കാലാണ്. ഇപ്പൊ മനുഷ്യന് അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. പൈസ ലൂട്ടുന്നേ, ATM മെഷീന്റെ മുന്നിൽ നിന്നിട്ട് ദറോടാക്കുന്നേ. അതുകൊണ്ടല്ലേ റബ്ബെ ഇപ്പൊ ഈ സഹിക്കുന്ന ആര് സഹിക്കുന്ന? ഇപ്പൊ നിങ്ങളെ മൊബൈലിലെല്ലാം വേറെ ഒരാൾക്ക് വിളിക്കുമ്പോ എന്തെല്ലാം സംസാരം കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് ആരാരാ കോള് വരും, ജാഗ്രത, എന്ത് ഒത്തിരണ്ട, പൈസ പോവും. അതല്ലേ ഇപ്പൊ എല്ലാരും മൊബൈൽ. എന്റെ മൊബൈൽ ഒരു പൈസ ഇല്ലാത്ത എന്റെ മൊബൈലിക്ക് അങ്ങനെ വരുന്നെങ്കിൽ എത്രയോ പൈസ ഉള്ള നിങ്ങളെ മൊബൈലിൽ എത്ര കോള് വരും? ഒന്ന് വിചാരിച്ചു നോക്കി. മനുഷ്യൻ ദറോട് ചെയ്യാണ്. അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ മനുഷ്യന് ആഗ്രഹമില്ല. ഞാനിപ്പോ അതിലേക്ക് കിടക്കണില്ല. ഞാൻ പറഞ്ഞു തന്നത് എന്തെല്ലാം തോന്നിവാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ രാത്രിയിൽ നിങ്ങൾ അങ്ങനൊന്നും ചോദിക്കേണ്ടതല്ല. പിന്നെന്ത്? അന്ന് മാപ്പിളയും പെഞ്ഞയും പുതിയ പെണ്ണും പുതിയാപ്പിളയും രണ്ടാളും ചേർന്നിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്ക് നോക്ക. പരസ്പരം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്ക്. അത് അന്നത്തെ സുന്നത്ത് നിസ്കാരമാണെന്ന് മഹാന്മാർ പറഞ്ഞു. ഇത് ക്രമാണ്, കല്യാണം കഴിക്കുന്നതിന്റെ ക്രമാണ്. ഞാനിപ്പോ ഇതിലേക്ക് കിടക്കണില്ല. എന്നാൽ ആ ക്രമമെല്ലാം തെറ്റിച്ച് ഇന്ന് ആഘോഷം മാത്രമല്ല, കല്യാണത്തിന്റെ പേരിൽ എന്തെല്ലാം ആഭാസങ്ങളാണ്. ഓ പറയട്ടെ, ഇത് ആർക്കാണ് ചീത്ത പേര് വരുത്തുന്നത്?
ഇത് മുസ്ലിം സമുദായത്തിനാണ് ചീത്ത പേര് വരുത്തുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിന് എക്കാലത്തും ഇസ്സത്തുണ്ട് കേട്ടോ, അല്ലാഹുവിന്റെ റസൂലിന് എക്കാലത്തും ഇസ്സത്തുണ്ട് കേട്ടോ. അല്ലാഹുവിന് മാത്രമല്ല, റസൂലിന് മാത്രമല്ല, വലിൽ മുഅ്മിനീൻ, ഈമാൻ അനുസരിച്ച് നടക്കുന്ന മുഅ്മിനീങ്ങളുണ്ടോ, ആ മുഅ്മിനീങ്ങൾക്കും എക്കാലത്തും ഇസ്സത്തുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്. ആ മുഅ്മിനിന് ഇസ്സത്ത് വേണോ വേണ്ടേ, അത് തീരുമാനിക്കേണ്ടത് മുഅ്മിനാണ് കേട്ടോ, അത് തീരുമാനിക്കേണ്ടത് മുഅ്മിനാണ്. ഓ, കയ്യിൽ പണമുള്ളത് കൊണ്ട് കല്യാണത്തിന്റെ പേരിൽ കുറെ ആഭാസം കാണിക്കണമെന്നില്ല. കയ്യിൽ പണമുള്ളത് കൊണ്ട് കുറെ ആഭാസം കാണിക്കണമെന്നില്ല. അതാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്. പണം നല്ലതാണ്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, പണം. ചില മനുഷ്യന്മാരെല്ലാം വന്നവർ പറയാം, നക്ക് പൈസ വേണ്ട, നക്ക് പൈസ വേണ്ടെന്ന് പറയും. ഓക്കെ, നീ കാറ്റിൽ ജീവിക്കുന്നില്ലേ, നിനക്ക് പൈസ വേണ്ട. ഉസ്താദ്, നക്ക് പൈസ ആശയമേ ഇല്ല ഉസ്താദ്. ഓക്കോ, നിനക്ക് പൈസ ആശയമില്ലല്ലേ, നീ പിന്നെ കാറ്റിൽ ജീവിക്കണം മലബ്ബ. പൈസ എന്നത് ദുനിയാവിന്റെ നല്ല പൈസയാണോ, ദുനിയാവിന്റെ അലങ്കാരമാണ്. അതാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ദുനിയാവിന്റെ ചന്തമാണ് പൈസയും മക്കളും. ദുനിയാവിന് രണ്ട് ചന്തമുണ്ട്. ഒന്ന് പൈസ, പൈസ ചന്താണ്, ദുനിയാവിന്റെ അലങ്കാരമാണ്. പക്ഷെ നല്ല പൈസ ആവണം. മക്കോ നല്ല മക്കാണോ, ആ നല്ല മക്കോ ദുനിയാവിന്റെ ചന്തമാണ്, അലങ്കാരമാണ്. പക്ഷെ മക്ക നല്ല മക്കാവണം. ഖുർആൻ പറഞ്ഞു, പൈസ മോശമൊന്നുമല്ല, മക്ക മോശമൊന്നുമല്ല, പൈസവും മക്കോ എല്ലാം ദുനിയാവിന്റെ അലങ്കാരമാണ്, ചന്തമാണ്. പക്ഷെ നല്ല പൈസ ആവണം. അതുകൊണ്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിഅമൽ മാലു സ്വാലിഹു ലിർറജുലി സ്വാലിഹി. നല്ല മനുഷ്യന് നല്ല പണം ഭയങ്കര നല്ലതാണ് എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ട് വിഷയമുണ്ട് അവിടെ. ഒന്ന് നല്ല പണം, രണ്ട് ഈ പണമുള്ള മനുഷ്യൻ നല്ല മനുഷ്യൻ. ഇത് രണ്ടുണ്ടെങ്കിലാ ഓൻക്കറിയും ഈ പൈസ കൊണ്ടോ എന്താക്കണോ, എങ്ങനെ ചെലവഴിക്കണോ എന്ന്. ഇപ്പൊ മംഗലാവുമ്പോ എന്താന്നറിയോ, നിങ്ങൾ നോക്കി, എല്ലാം കൂടി പറയുന്ന നേരല്ല. മംഗലാവുമ്പോ ഓ നിർബന്ധിതനായിട്ട് അവിടുന്ന് നിന്നൊക്കെ കടം വാങ്ങേണ്ടി വരിക. എന്തിന്? മിഞ്ഞാന്ന് ഓന്റെ ഫ്രണ്ടിന്റെ മംഗലം കഴിഞ്ഞു. മിഞ്ഞാന്ന് അവിടെ ഞാൻ പറയട്ടെ, പിന്നൊരുത്തന്റെ മംഗലം കൊറേ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നെല്ലാം കരുതിയിട്ട് നീ അങ്ങനെ ഒന്നും ആക്കാൻ പോകണ്ട. ഏറ്റവും നല്ല ബറക്കത്തുള്ള മംഗലം ഏത് വന്നുണ്ടാ, ചെലവ് കുറച്ചിട്ടുള്ള മംഗലാണ് ഏറ്റവും നല്ല ബറക്കത്ത് എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇനിയിപ്പോ ഇത് കേട്ടിട്ട് നിങ്ങൾ ആട് ബിരിയാണി കൊടുക്കുന്നതിന് പകരം ലൈം സോഡവും സമൂസവും കൊടുത്തിട്ട് മംഗലാന്ന് അങ്ങനെ തീരുമാനിക്കണ്ട. ചെലവ് കുറവല്ലേ, അത് പറ്റൂല. ഔലിം വലൗ ബിശാത്തിൻ, മംഗലം കഴിഞ്ഞാൽ വലീമ കൊടുക്ക്, സൽക്കാരം കൊടുക്ക്. അത് ആട് കൊടുത്തിട്ടാണെങ്കിലും ശരി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അതെല്ലാം വേണോ? നാട്ടാരെ വിളിച്ചിട്ട് ഓൻ പറഞ്ഞ സരള വിവാഹം, സരള വിവാഹം. നാട്ടുക എല്ലാവർക്കും മാതൃക എന്നല്ലേ. എന്ത് സരള വിവാഹം? ഒരു സമൂസം ഒരു ലൈമും കൊടുത്തിട്ട് സരള വിവാഹം. അങ്ങനല്ല. ചെലവ് കുറക്കണമെന്ന് പറഞ്ഞാൽ അനാവശ്യമായ ചെലവ് വേണ്ടാന്ന്. ഇന്നലെ ഇപ്പൊ ദുബായിൽ ഇരുന്നപ്പോ പറഞ്ഞ ഒരു വീട്ടിൽ ചെന്നു. ഞങ്ങള് പിന്നെ കണ്ണൂർ ഭാഗത്ത് ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ബിസിനസ്സിലൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഉച്ചഭക്ഷണത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുമ്പോ അദ്ദേഹം പാണൂർത്ത് വേറൊരു നമ്മുടെ കൂട്ടുകാരുണ്ട്, അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു തന്നത് അപ്പൊ എന്താ, അയാളെ പൊരകുടി ഉണ്ടായി, വലിയ പൊരകുടി. ആ പൊരകുടിക്ക് അയാൾ പറഞ്ഞു, ഉസ്താദെ ഞാന് ഒരു 6000 ആളാണ് എസ്റ്റിമേറ്റ്, 10,000 ആളാണ് എസ്റ്റിമേറ്റ് കൂട്ടിയത്, നോക്കുമ്പോ 14,000 ആയിന്. ലാസ്റ്റ് എന്തോ തിന്നാൻ എന്തോ ഇല്ല. എന്ത് കാരണം എന്നറിയാം? വിളിച്ചോണും വിളിക്കാത്തവനും എല്ലാം വരുന്നെ ഇപ്പൊ മംഗളത്തേക്ക്. അങ്ങനെയാണ് ഇപ്പൊ ബിൽച്ചോനും വിളിക്കാത്തവനെല്ലാം വരുന്നത്. ഒർത്ത പറഞ്ഞ ഓൻ വന്ന് നോക്കുമ്പോ നല്ല മെനു ഉണ്ട്, അങ്ങനത്തെ തെനസ് ബാവ. അപ്പൊ അവിടെ ഇരുന്നിട്ട് ചൗക്കുമ്പോ വിളിക്കുന്നവന്റെ ചങ്ങായിക്ക്, ഇവിടെ മംഗളത്തിന് ഭയങ്കര ആര മംഗളം, ആരതവിടെ, പിന്നെ നീ ബാവിടെ ഇപ്പൊ തീരും ഇത്. അപ്പൊ ഓൻ ആരാളെയും കൂട്ടി വന്നു, ബാല ബാല ബൈക്ക് ബൈക്ക് പറയലോട് പറയല്ലോ പോ. വിളിക്കാത്ത മംഗത്തേക്ക് പോയിരണ്ട, നല്ല പണിയല്ലേ അത്. അവിടെ പോയാൽ അത് കൊളാക്കലാണത്. കാരണം എന്താ, വിളിച്ചോർക്ക് അവസാനം ചോറില്ലാതാണ്. അതിന് ഉത്തരവാദി ആരാണ്? ലാസ്റ്റ് ഉണ്ടല്ലേ ഈ ചോറ് വിളിച്ചിട്ട് വന്ന്
ശരിക്കും കേൾക്കുന്നതെങ്ങോ, വിളിച്ചിട്ട് വന്നിട്ട് ചോറ് കിട്ടാത്തവൻ ഓൻ പോകുമ്പോ പറയും കൊല്ല പോക്കാത്ത മംഗളം. എന്തിന് ഇവൻക്കെല്ലാം മംഗലാക്കേണ്ട അവസ്ഥ? വിളിച്ചിട്ട് ചോറ് തരാത്തവൻ ഒക്കെ അല്ലേ? സത്യത്തിൽ വിളിച്ചിട്ട് വന്നോനാണ് ഓന്. ഓൻ ഈ മംഗലാക്കിയോർക്ക് ശാപ്പിട്ട് പോകും. നേരിട്ട് ആ ശാപം മംഗലാക്കിയവനക്കൊന്നും നടക്കൂല. പിന്നെ ഇത് കൊളാക്കിയവനുണ്ടല്ലേ, വിളിക്കാതെ വന്നിട്ട് തിന്നില്ലേ, ഓനോന് ചങ്ങായിമാരെല്ലാം വന്നിട്ട് ഓങ്ക് കിട്ടും ആ ശാപം. കാരണം എന്തേ? ഈ വിളിച്ചിട്ട് വന്നോനക്ക് ചോറില്ലാത്ത അവസ്ഥ ആക്കിയത് ഓനല്ലേ ഇത് ഒക്കെ അല്ലേ? അതുകൊണ്ട് വിളിക്കാത്ത ഒരു മംഗളത്തേക്കും ഞാൻ പോകൂലാൻ തീരുമാനിക്കും. നമ്മ ഇങ്ങനെ പോകുമ്പോ ഒരു ദൊമ്പല്ല ഇട്ടത് കാണുമ്പോണ്ടല്ലേ നമ്മ തമാശക്ക് പറയുന്നേ, പൈക്കുന്ന് ഹോട്ടൽ കാണുന്നില്ല, അവിടെ മംഗലുണ്ട് തോന്നുന്നു, നമുക്ക് അവിടെ വന്ന് കയറി ബൈക്കാം. അത് തമാശക്കെല്ലാം പറഞ്ഞോളൂ, നല്ല തന്നെ. കുറച്ച് പ്രഷർ എല്ലാം നോർമൽക്ക് എത്താനും ഷുഗർ നോർമൽക്ക് എത്താനും കുറച്ച് തമാശ എല്ലാം നല്ല തന്നെ. പക്ഷെ വിളിക്കാത്ത മംഗളത്തേക്ക് പോയിരണ്ട, അങ്ങനെ ഉണ്ടല്ലേ. ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കണില്ല, ഞാൻ പറഞ്ഞു വന്നത്. എന്നാൽ കയ്യില് നല്ല പണം, നല്ല സ്വാലിഹായ മനുഷ്യന്റെ കയ്യിലുള്ള നല്ല പണം അത് നല്ലതാണ്, അതിലൊരു മോശത്തരവുമില്ല എന്ന് പഠിപ്പിച്ചു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. പറയട്ടെ, ഇത് വഅദ് കൊണ്ട് മാറ്റാൻ കഴിയില്ല. നൗഫൽ സഖാഫി കളസയല്ല. ആര് വന്നു ഈ വിഷയത്തിൽ വിവാഹം ആഘോഷവും ആഭാസവും എന്ന വിഷയം പറഞ്ഞു മണിക്കൂറുകളോളം വഅദ് പറഞ്ഞാൽ ഇന്ന് നടക്കുന്ന ആഘോഷ ആഭാസങ്ങൾ മാറ്റി നിർത്താൻ കഴിയില്ല. ഇതിനപ്പുറമുള്ള വഅദ് നടന്നിട്ടില്ലേ, പക്ഷേ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ അർത്ഥം തീരെ മാറ്റാൻ കഴിയില്ല എന്നല്ല, അതുകൊണ്ട് മാറ്റമുണ്ട്, ഒരു സംശയവുമില്ല. അതല്ലേ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്. എന്തിനാണ് പൊയ്യത്തബയിലെ മഖാമു ഉറൂസിനോടനുബന്ധിച്ച് എത്രയെല്ലാം ദിവസങ്ങളാണ് വാദ നടക്കുന്നത്. ഇപ്പൊ പലയിടത്തും കുറക്കാണ്. മുമ്പല്ല ഒരു മാസം വാദമുണ്ട്, അവിടെ എല്ലാം ചുരുക്കുന്നത്. ഇപ്പൊ മതി, കുറച്ച് മതി. ഇപ്പൊ ഓൺലൈനിലെല്ലാം ഉണ്ടല്ലേ കുറെ, അതുകൊണ്ട് ഇപ്പൊ ഇത് മതി. ഞാൻ പൊയ്യത്തബയിൽ അൽഹംദുലില്ലാ ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ പഠിക്കുന്ന സമയത്തും ഇത്ര തന്നെ വലിപ്പമുള്ള നോട്ടീസ്, ഇപ്പോഴും അത്ര തന്നെ വലിപ്പമുള്ള നോട്ടീസ് ചെറുതായിട്ടൊന്നുമില്ല, ആളെ എണ്ണം കുറഞ്ഞിട്ടില്ല. അള്ളാഹു അതിന്റെ സന്തോഷം ഖിയാമത്ത് നാൾ വരെ ഈ മഹദി അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പരിസരത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, വഅദ് കൊണ്ട് മാറ്റമില്ലെന്ന് പറയാൻ പറ്റൂല. വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീന. നബിയേ, തങ്ങൾ ആളുകൾ കേൾക്കൂല എന്ന് പറഞ്ഞിട്ട് വഅദ് പറഞ്ഞു കൊടുക്കാതിരിക്കണ്ട. തങ്ങൾ ആളുകൾക്ക് വഅദ് പറഞ്ഞു കൊടുക്കൂ നബിയേ. തങ്ങൾ ആളുകളെ ഉപദേശിക്കൂ നബിയേ. കാരണം ഉപദേശം എന്നത് ഖൽബിൽ അലവോളം ഈമാനുള്ളവരുണ്ടോ അവർക്ക് ഉപകാരം ലഭിക്കും നബിയേ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് വെറുതെയല്ല. ഈമാനുള്ള ജനങ്ങൾക്ക് ആ വഅദ് കൊണ്ട് ഉപകാരമുണ്ട്. അതുകൊണ്ട് തന്നെ അവരത്തരത്തിലുള്ള ആഭാസങ്ങളുടെ പിന്നാലെ പോകൂല. ഇവിടെ എന്റെ വിഷയം ഒരു ആഭാസത്തെ കുറിച്ചും വർണ്ണിക്കലല്ല. ചിലപ്പോൾ ഞാനതിങ്ങനെ ഓരോ ഇനങ്ങൾ ആഭാസത്തിന്റെ പേര് പറഞ്ഞിട്ട് പറയുമ്പോ അത് ചിലപ്പോൾ ആസ്വദിക്കാൻ മാത്രമേ കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിന്റെ ഇനങ്ങൾ ഇവിടെ പറയുന്നില്ല. അത് നമ്മുടെ സമുദായത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്തേ മതിയാകൂ, ഇല്ലായ്മ ചെയ്തേ മതിയാകൂ. അതിനാരെല്ലാമാണോ കച്ചകെട്ടി ഇറങ്ങേണ്ടത്, ആരെല്ലാമാണോ തയ്യാറാകേണ്ടത്, ആരെല്ലാമാണോ ഒരുങ്ങി നിൽക്കേണ്ടത്, കച്ചകെട്ടി ഇറങ്ങേണ്ടവർ ഇറങ്ങിക്കോ, തയ്യാറാകേണ്ടവർ തയ്യാറായിക്കോ, ഒരുങ്ങേണ്ടവർ ഒരുങ്ങിക്കോ. ഈ ആഭാസങ്ങളെ മുഴുവൻ നമ്മുടെ നാടുകളിൽ നിന്ന് ഉന്മൂലനം ചെയ്തോ. സുബ്ഹാനല്ലാഹ്. അതെന്താണ് അതിനുള്ള വഴി? അതിനുള്ള വഴി എന്താണ്? വഴി ഒന്നേ ഉള്ളൂ. എന്താ വഴി? എന്താ വഴി? ബാലിന് വരുന്നു ഉസ്താദ്, ശരിക്കും കേക്ക്. ബാലിന് ഉസ്താദ്, ബാലിന് വരുന്നു ഉസ്താദ്. നിങ്ങുണ്ടല്ലേ? ആ ഞങ്ങളുണ്ടു. നിങ്ങൊരു കാര്യം കേൾക്കണം ഉസ്താദ്. എന്താ